അനുവും സുഹൃത്ത് നിയാസും ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നിയാസ് ഒരു സുഹൃത്ത് എന്നതിലുപരി അനുവിന് നിയാസിനോട് പ്രണയമായിരുന്നു. തൻ്റെ ഭാവിയിലെ ഭർത്താവെന്ന സ്വാതന്ത്ര്യം അവൾ എടുക്കുന്നുണ്ട്. പക്ഷേ അവളുടെ ഉള്ളിൽ ഇതൊക്കെയായിരുന്നെന്ന് നിയാസിന് അറിയില്ലായിരുന്നു. ജോലി കഴിഞ്ഞ് നിയാസുമൊത്ത് പാർക്കിലും മറ്റും കറങ്ങി നടന്ന് മാത്രമേ വീട്ടിലേക്ക് മടങ്ങാറുള്ളൂ. ചില അവധി ദിവസങ്ങളിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ബീച്ചിലും സിനിമക്കൊക്കെ പോകും. വലിയ സാമ്പത്തിക സ്ഥിതിയില്ലാത്ത പിതാവ് നേരത്തെ മരിച്ചതിനാൽ അനു ഉമ്മാന്റെ രണ്ടാമത്തെ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലായിരുന്നു വളർന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യം എടുത്താണ് അവൾ വളർന്നത്. മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലി കൂടി കിട്ടിയപ്പോൾ അവളുടെ ജീവിതം പിന്നെ ആരുടെയും നിയന്ത്രണമില്ലാതെയായി മാറി. പരിഷ്കാരിയും ജോലിക്കാരിയുമായ മകളെ ഉമ്മ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവളൊരു അപ്പാർട്ട്മെൻ്റ് എടുത്ത് തനിച്ച് താമസിച്ചു. അവിടെ വൃദ്ധയായ ഒരു ജോലിക്കാരിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് എത്ര വൈകിയാലും ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പാർട്ട്മെൻറ്റിലെ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവൾക്ക് എന്തെങ്കിലും ഉത്തരം കാണും. ഇതിനിടെയാണ് ഓഫീസിൽ അല്പം വൈകിച്ചെന്ന അനുവിനോട് മറ്റൊരു കൂട്ടുകാരി അവളുടെ ഇൻവിറ്റേഷൻ കാർഡ് നോക്കിയിട്ട് പറഞ്ഞത്. നമ്മുടെ നിയാസിൻ്റെ പെണ്ണ് അടിപൊളിയാണ് കേട്ടോ. അത് കേട്ടപ്പോഴാണ് നിയാസിൻ്റെ കല്യാണ വിവരം അനു അറിയുന്നത്. ഇൻവിറ്റേഷൻ കാർഡിലേക്ക് നോക്കിയ അനു ഞെട്ടിപ്പോയി. ഒരു കൊടുങ്കാറ്റ് പോലെ അനു നിയാസിൻ്റെ ക്യാബിനിലേക്ക് പോയി. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അനു അവന് വെറും ഒരു സുഹൃത്താണ്. ആ അനു, നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ബാഗ് തുറന്ന് കല്യാണക്കുറി അവൾക്ക് കൊടുത്തു. അത് വാങ്ങിക്കൊണ്ട് കണ്ണീരൊഴിച്ചുകൊണ്ട് അവൾ ഒന്നും പറയാതെ നടന്നു. നിയാസിൻ്റെ കല്യാണം ഗംഭീരമായി നടന്നു. നിയാസ് അവൻ്റെ വീട്ടിലൊരുക്കിയ അവരുടെ കമ്പനിയിലെ സ്റ്റാഫുകളൊക്കെ പ്രത്യേക റിസപ്ഷനിൽ അനു മാത്രം പങ്കെടുത്തില്ല. പിന്നെയുള്ള ദിവസങ്ങളിൽ അവൾ സങ്കടത്തിലായി. നിയാസും വൈഫും എവിടെയൊക്കെ ഹണിമൂണിന് പോയി. തനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വരനെ കണ്ടെത്തണം, കല്യാണം കഴിക്കണം. അവൾ ഉമ്മയോട് നിർബന്ധം പിടിച്ചു. വാശിയായിരുന്നു അനുവിന്. അതുകൊണ്ട് തന്നെ ഉമ്മ കണ്ടെത്തിയ ഷെരീഫ് എന്ന ഒരാളുമായി പെട്ടെന്ന് വിവാഹം നടക്കുന്നു. നിയാസിൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിന്നും പോകാത്ത അവൾ തൻ്റെ ഭർത്താവിനെ വേണ്ട വിധം ഗൗനിച്ചില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ വേണ്ടപ്പെട്ട നിമിഷങ്ങൾ ഭാര്യ ഏറെ നേരം ഫോണിൽ തോണ്ടിക്കൊണ്ട് കളിച്ച് കൂട്ടുന്നുണ്ട്. അവളുടെ ഭർത്താവ് നിസ്സഹായത്തോടെ ഇതെല്ലാം നോക്കി നിന്നു. ഒരു പുരുഷൻ തന്നെ ചതിച്ചെന്ന് കരുതി മറ്റുള്ള പുരുഷന്മാരൊക്കെ അവൾ ആ കണ്ണോടുകൂടി കണ്ടു. ഷെരീഫിന് ജോലിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇവിടെയുള്ള ജോലികളൊക്കെ ഷെരീഫ് ചെയ്തോളൂ. അവൾക്ക് വേണ്ട ഫുഡുകളുടെ ലിസ്റ്റുകൾ അവൾ നൽകി പറഞ്ഞു. ഷെഫായി പഠിച്ചിറങ്ങിയ അവന് ജോലിയൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. ഗൾഫിൽ പോകാനിരിക്കുമ്പോഴാണ് കല്യാണം വന്നു ചേർന്നത്. അനുവിന് വേണ്ട രുചികരമായ ഭക്ഷണങ്ങളൊക്കെ അവൻ ഒരുക്കി കൊടുത്തു. കല്യാണം കഴിഞ്ഞിട്ടും ഷെരീഫിൻ്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് പോലും അവൾ ഇതുവരെ പോയിട്ടില്ല. എന്തായാലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഷെരീഫ് വെറുതെ ഇരിക്കുകയല്ലേ. എൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കാനും ഉണക്കിയതെടുത്ത് അയൺ ചെയ്യാനും നമ്മുടെ ഫ്ലാറ്റിലെ നിലം തുടക്കാനും ബാത്റൂം ക്ലീൻ ആക്കാനും പുറത്തുനിന്ന് ആളെ എന്തിനു വിളിക്കണം? അത് ഷെരീഫിന് ചെയ്താൽ പോരെന്ന് അവൾ അവനോട് ആവശ്യപ്പെട്ടു. വീട്ടിലുണ്ടായിരുന്ന ഒരു പ്രായമായ വേലക്കാരിയെ പറഞ്ഞു വിട്ടു. ആ വേലക്കാരി എന്നെ പറഞ്ഞു വിടല്ലേ, അവളോട് കേണപേക്ഷിച്ചു. അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ബാഗ് അവൾ വലിച്ചെറിഞ്ഞു പുറത്തേക്ക്. ശമ്പളവും എറിഞ്ഞു കൊടുത്തു. ഒടുവിൽ ചവിട്ടി പുറത്താക്കി ആ വൃദ്ധയെ. അവൾ വാതിലടിച്ചു. ആ വേലക്കാരി അനുവിനെ കൈ ചൂണ്ടി എന്തൊക്കെയോ പ്രാഗിക്കൊണ്ട് പിറുപിറുത്തു കടന്നുപോയി ആ വൃദ്ധ. ഇതോടുകൂടി ഷെരീഫിനെ വീട്ടിൽ കൂടുതൽ പണികളായി. ഷെരീഫ് തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് രുചി പോരാ എന്നും പറഞ്ഞ് അവൻ തയ്യാറാക്കിയ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളൊക്കെ തട്ടിയെറിഞ്ഞു. ഡൈനിങ് ടേബിൾ വൃത്തികേടാക്കി. അവൻ അത് ചോദ്യം ചെയ്തപ്പോൾ ഷെരീഫിനെ അവൾ അടിച്ചിട്ട് പറഞ്ഞു, ഇതുപോലൊരു ഭർത്താവിനെ എനിക്ക് വേണ്ട, കടന്നു പോകൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അതോടുകൂടി ഷെരീഫ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ഷെരീഫ് പോയപ്പോഴാണ് അവനില്ലാത്ത ദുഃഖം അവൾ അറിയുന്നത്. വിശന്നു വലഞ്ഞ അവൾ പാത്രങ്ങൾ തുറന്നു നോക്കുമ്പോൾ കാലിയാണ്. മുഷിഞ്ഞു ഞാറിഞ്ഞ വസ്ത്രങ്ങൾ അലക്കാൻ ആരുമില്ലാതെ അവൾ കുയുങ്ങി. ഇതിനിടെ അവളുടെ ഓഫീസിൽ ഒരു പ്രശ്നമുണ്ടായി. ആർക്കോ വേണ്ടി അവൾ കമ്പനിയുടെ പ്രധാനപ്പെട്ട ചില രഹസ്യങ്ങൾ കൈമാറി ചോർത്തി കൊടുത്തതിന് അവളെ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടു. ജോലി നഷ്ടപ്പെട്ട അവൾക്ക് മാസം മാസം അവൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ വാടക നൽകാൻ പറ്റിയില്ല. ഫ്ലാറ്റിൽ നിന്നും അവർ പുറത്താക്കി. അവൾ വേറൊരു ജോലിക്ക് ശ്രമിച്ചു. അനി IT പഠിച്ചെങ്കിലും ജോലി ചെയ്ത് വളരെ പേര് കേട്ട
ആ വലിയ കമ്പനിയിൽ നിന്നും സ്വഭാവ ദൂഷ്യത്തിന് അവളെ പിരിച്ചു വിട്ടത് കൊണ്ട് ഒട്ടുമിക്ക കമ്പനിയിലേക്കും ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. കമ്പനിയിലെ ചതിക്കുന്ന ആരെയും കമ്പനി ജോലിക്കെടുക്കില്ലല്ലോ. പഴയ കാലമായിരുന്നെങ്കിൽ എവിടെയും ആരും അറിയാതെ ജോലിക്ക് കടന്നുകൂടാമായിരുന്നു. ഇപ്പോൾ ഒരാളുടെ ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് തന്നെയാണ് ഫ്ലാഷ് ആകുന്നത് കൊണ്ട് സമൂഹത്തിൽ അവരുടെ തൊഴിലിനോടും സ്ഥാപനത്തിനോടും മാന്യത സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന ഘടകം അനുവിന് മനസ്സിലായി. ഒടുവിൽ നിത്യവൃത്തിക്ക് വരെ വഴിയില്ലാതായപ്പോൾ പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിലും അന്തിയുറങ്ങേണ്ട സ്ഥിതി വരെയായി. ഒടുവിൽ അവളൊരു വീട്ടിൽ ജോലിക്കാരിയായി ആരോ സഹായിച്ചു കയറിപ്പറ്റി. 1-2 ആഴ്ച പുതിയ വീട്ടിൽ ജോലിക്കായി അവൾ വന്നിട്ട്. ഗൾഫിൽ നിന്നും വീടിൻ്റെ മുതലാളിയും ഭാര്യയും വരുന്നുണ്ട്. അവർ എത്തിയ ഉടനെ തന്നെ പാല് കാച്ചലും വീട്ടുകൂടലും ഉണ്ടാകും. ഇനാഗ്രേഷന് തയ്യാറെടുക്കുന്ന വീടായത് കൊണ്ട് തന്നെ അവളെപ്പോലെ തന്നെ മറ്റ് സെർവുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വീട്ടുകാർ ഗൾഫിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അനു അടുക്കളയിൽ ജോലി ചെയ്യുന്ന തിരക്കിലായിരുന്നു. ആ വീട്ടിലെ മറ്റു ജോലിക്കാരികൾ പറഞ്ഞു കേട്ട് മുതലാളിയും ഭാര്യയും വന്നിട്ടുണ്ടെന്ന്. പൊക്കിപ്പിടിച്ച അടുക്കളയിലെ പാത്രവുമായി അവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി അടുക്കളയിലെ വാതിൽ കടന്ന് ഹാളിൻ്റെ വാതിലേക്ക് ചെന്നു. തൻ്റെ ഭാര്യയെ തോളിൽ കൈയിട്ട് ആ വീട്ടിലെ മുതലാളിയെ അവൾ കണ്ടു. അവളൊന്ന് ഞെട്ടി. അത് തൻ്റെ ഷെരീഫായിരുന്നു, അവളുടെ പഴയ ഭർത്താവ്. അവനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് ആട്ടി അകറ്റിയ അവളുടെ സ്വന്തം ഭർത്താവ് ഇന്ന് വേറൊരു പെണ്ണിൻ്റെ കൈപിടിച്ച് ആ വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ ആദ്യ ഭാര്യ അടുക്കളയിലെ വേലക്കാരിയാണെന്ന് ഷെരീഫ് അറിഞ്ഞതേയില്ല. നിൽക്കണോ അതോ ഇവിടെ പോകണോ ഓടണോ എന്നൊന്നും അറിയാതെ അനുവിനെ ആ കാഴ്ച കണ്ട് ഒളിഞ്ഞിരുന്ന് കണ്ണീർ വാർക്കാനേ പറ്റിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഒരുപാട് കഥകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.